സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക പുളിങ്കറിയാണ്. ഒട്ടും തന്നെ കയ്പില്ലാതെ രുചികരമായ രീതിയിൽ പാവയ്ക്ക തേങ്ങ അരയ്ക്കാതെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പാവയ്ക്ക പുളിങ്കറിക്കായിട്ട് ഒരു വലിയ പാവയ്ക്കായും കുറച്ച് ചുവന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. പാവയ്ക്ക കഴുകി ക്ലീനാക്കി മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടെ കീറിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് വേണം കറി വെക്കാനായിട്ട്. പാവയ്ക്ക പുളിങ്കറി നാടൻ കറിയായതിനാൽ ചട്ടിയിലാണ് വെക്കുന്നത്. സ്റ്റൗവിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളറ് മാറി വഴന്ന് വന്നതിന് ശേഷം മാത്രം പാവയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി 3-4 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ കളർ മാറി വരും. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പാവയ്ക്ക തീയലിന് വഴറ്റുന്ന പോലെ അത്രയും കളറ് മാറുന്നിടം വരെ വഴറ്റിയെടുക്കണ്ട. ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കറിക്ക് നല്ല കളറും കിട്ടും. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് വാളംപുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം തവിയൊണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് പാവയ്ക്കായും എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. മൂന്നാല് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം അടപ്പ് മാറ്റി നോക്കാം. ഇപ്പോൾ ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലവണ്ണം കറി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണുന്നതിന്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പാവയ്ക്ക പുളിങ്കറി. ബാച്ചിലേഴ്സിനും എല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളും ഈ പാവയ്ക്ക പുളിങ്കറി ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.